നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ICC T20 വേൾഡ് കപ്പ് മത്സരങ്ങൾ പുരോഗമിക്കുന്നു. ഒരു ത്രില്ലർ മത്സരമാണ് നമ്മൾ ആദ്യ കളി കണ്ടത്. പാകിസ്ഥാനെ ശരിക്കും വിറപ്പിച്ചിട്ടാണ് ഡച്ച് വട വിട്ടിരിക്കുന്നത്. മുട്ടിടിച്ചു പാകിസ്ഥാൻ്റെ. അവർ പുറത്താവലിൻ്റെ തൊട്ട് വക്കിലായിരുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ അവർ കളിക്കുന്നില്ലല്ലോ. അപ്പോൾ ഓൾറെഡി 2 പോയിൻ്റ് നഷ്ടം, നെറ്റ് റൺ റേറ്റ് ഡിസഡ്വാൻറ്റേജ് സ്റ്റാർട്ട് ചെയ്തു. കളി നെതർലൻഡ്സിനോട് പൊട്ടിയിരുന്നെങ്കിലോ പുറത്തായി. ആ ഒരു സ്കെയർ അവരെ ശരിക്കും വലച്ചിട്ടുണ്ട്. പുറത്താകുമോ എന്ന സ്കെയർ, ആ ഒരു ഭയം സ്കെയറി ആയിട്ട് അവർ കളിച്ചു. തോറ്റു എന്ന് ഉറപ്പിച്ചിടത്ത് നിന്ന് ഫഹീം അഷ്റഫിൻ്റെ ഒരു, നമ്മൾ നാട്ടിലൊക്കെ പറയാറില്ലേ, ബ്ലൈൻഡ് ഷോട്ട്, കൺചിം ഷോട്ട് എന്ന് പറയും, അത്തരത്തിലുള്ളൊരു പ്രകടനം. സത്യം പറഞ്ഞാൽ ഒരു ഹീറോ എന്നതിലുപരി ഒരു സേവിയർ എന്ന രൂപത്തിൽ അദ്ദേഹത്തെ കാണണം. അദ്ദേഹത്തിൻ്റെ ക്യാച്ച് ഡ്രോപ്പ് ചെയ്ത മാക്സ് ഒഡൌഡ് താഴെ ഇട്ടത് നെതർലൻഡ്സിൻ്റെ ഒരു ഹിസ്റ്റോറിക് വിജയമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നമ്മൾ ഈ വേൾഡ് കപ്പിൽ കഴിയാവുന്ന അത്ര മത്സരങ്ങളൊക്കെ റിവ്യൂ ചെയ്ത് പോകണമെന്നാണ് കരുതുന്നത്. മുന്നോട്ട് പോകുമ്പോൾ വർക്ക് ലോഡ് അനുസരിച്ച് ചിലപ്പോൾ ചിലതൊക്കെ ചില പ്രധാന മത്സരങ്ങളൊക്കെ മിസ് ചെയ്ത് പോയേക്കാം. അപ്പോൾ എന്തുകൊണ്ട് ഇത് എന്ന് ചോദിക്കേണ്ട. ഇന്ത്യയുടെ എല്ലാ മത്സരങ്ങളും എന്തായാലും നമ്മൾ റിവ്യൂ ചെയ്യും കഴിയാവുന്ന പോലെ, അതാണ് നമ്മൾ വിചാരിക്കുന്നത്. അതേസമയം മറ്റു ചില പ്രധാന മത്സരങ്ങളൊക്കെ നമുക്ക് റിവ്യൂ ചെയ്ത് പോകാൻ വരുന്നു. ഇപ്പോൾ ഈ കളിയുടെ റിവ്യൂയിലേക്ക് കടക്കുമ്പോൾ പതിവ് പോലെ പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകളുടെ നിരീക്ഷണങ്ങളും ക്രിക്കറ്റ് എക്സ്പേർട്ടുകളുടെ നിരീക്ഷണങ്ങളും ഒക്കെ പരിശോധിച്ച് നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കൂടി ചേർത്ത് അവതരിപ്പിക്കുന്നതാണ് ഈ റിവ്യൂ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. അത് നമ്മുടെ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ മാന്യമായ ക്രിക്കറ്റ് ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഏതായാലും കാര്യത്തിലേക്ക് വരികയാണ്. കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത നെതർലൻഡ്സ് നിശ്ചിത 20 ഓവറുകൾ കംപ്ലീറ്റ് ചെയ്തില്ല. 19.5 ഓവറുകളിൽ 147 റൺസിന് ഓൾ ഔട്ടായി. അവർക്ക് വേണ്ടി എഡ്വേർഡ്സ് 37 റൺസ്, ഡിലീഡ് 30 റൺസ് മികച്ച രൂപത്തിൽ തന്നെ ബാറ്റ് ചെയ്ത് ഒരുവിധം മോശമല്ലാത്തൊരു സ്കോറിലേക്ക് അവർ പോയി. അവർക്ക് സത്യം പറഞ്ഞാൽ അതിനേക്കാൾ വലിയ സ്കോറിലേക്ക് പോകാമായിരുന്നു. ഒരു 10-20 റൺസ് ഷോർട്ടാണ് അവർ അവസാനം വെച്ച് നടന്നൊരു കൊളാപ്സാണ് അതിൻ്റെ ഒരു കാരണം. ഏതായാലും ഇത് മറികടക്കാനാണ് പാകിസ്ഥാൻ ശരിക്കും അങ്ങ് ബുദ്ധിമുട്ടിയത്. ഒരു ഹാഫ് വേ ത്രൂ പാകിസ്ഥാൻ ഇന്നിങ്സ് എത്തുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന അനായാസം അവർ വിജയിച്ചു പോകുമെന്നാണ്. പക്ഷേ പിന്നീട് ഒരു കൊളാപ്സ്, പാകിസ്ഥാന് മാത്രം കഴിയുന്ന രൂപത്തിൽ ഡിസ്ട്രക്റ്റീവ് ബട്ടൺ അവർ ഞെക്കി. അതിൻ്റെ ഫലമാണ് ഇങ്ങനെ 148 എത്താൻ പിന്നീട് അവർ ശരിക്കും ബുദ്ധിമുട്ടി. 3 പന്തുകൾ മാത്രം ശേഷിക്കെ ഫഹീം അഷ്റഫിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഒരു എഫേർട്ട്, അതിലാണ് അവർ രക്ഷപ്പെട്ട് വിജയിച്ച് പോകുന്നത്. ഏതായാലും വിശദമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ പുറത്താവലിൻ്റെ വക്കിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നതാണ്. പാകിസ്ഥാൻ ഈസിലി വിജയത്തിലേക്ക് എന്ന് തോന്നിച്ചൊരു ഘട്ടമുണ്ട്. 9 ഓവറിൽ 50 റൺസ് കൂടി മാത്രം മതി വിജയിക്കാനെന്ന് തോന്നിച്ച ഘട്ടം. അപ്പോഴാണ് പോൾ വാൻ മീക്കഡൻ്റെ ഒരു ഡബിൾ വിക്കറ്റ് മെയ്ഡൻ വരുന്നത്. അതിൽ ശരിക്കും മുലഞ്ഞു പാകിസ്ഥാൻ കൊലാപ്സ്ഡ്. ഇവിടെ ഒരു സ്ലൈറ്റസ്റ്റ് പ്രഷർ വന്നപ്പോഴേക്കും പാകിസ്ഥാൻ കൊലാപ്സ്ഡ് ആവുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമ്മൾ കണ്ടത്. പലപ്പോഴും മുമ്പ് ഇതുപോലെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്ന കാര്യം കൂടി നിങ്ങൾ ഓർക്കണം. മുമ്പ് ഇതേപോലെ തന്നെ പാകിസ്ഥാൻ കൊളാപ്സ്ഡ് ആവുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ചെറിയൊരു പ്രഷർ കിട്ടുമ്പോഴേക്കും. അപ്പോൾ ഇന്ത്യക്കെതിരെയൊക്കെ അവർ പലപ്പോഴും അങ്ങനെയാണ് വീഴാറുള്ളത്. അതിൻ്റെ ഒരു ചെറിയ ഭാഗം ഇവിടെ കാണുന്നു എന്നാണ് തോന്നിയത്. ബാബർ അസമിന് ടീമിനെ രക്ഷപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹം അതിന് മെനക്കെട്ടില്ല എന്ന് പറയണം. ഇപ്പോൾ എങ്ങനെയാണ് ബാബർ അസമിൻ്റെ കളി? അദ്ദേഹം T20 വൻ പരാജയമാണ്. പക്ഷേ സ്റ്റിൽ അദ്ദേഹത്തെ ഒരു സ്ക്വാഡിലെടുക്കുന്നു എന്നുള്ളതാണ് രസകരമായിട്ടുള്ള കാര്യം. റൺ ചേസ് ശരിക്കും ബുദ്ധിമുട്ടായി. അവർ സത്യം പറഞ്ഞാൽ അവരുടെ വിക്കറ്റുകളങ്ങ് തുടരെ വീഴുന്ന ഒരവസ്ഥയാണ് വന്നിട്ടുള്ളത്. പിന്നെ അവസാനം 12th ഓവർ മുതൽ 19th ഓവർ വരെയുള്ള ഘട്ടത്തിൽ അവർക്ക് 5 വിക്കറ്റുകൾ വീഴുകയും ചെയ്തു. എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഘട്ടത്തിൽ പാകിസ്ഥാൻ കുതിച്ച് പാഞ്ഞ് വിജയം സ്വന്തമാക്കുമെന്ന് തോന്നിച്ചൊരു ഘട്ടമുണ്ട്. അതായത് 98-2 എന്ന നിലയിൽ നിന്ന ടീമാണ് 114-7 എന്ന രൂപത്തിലേക്ക് വീഴുന്നത്. അപ്പോൾ അങ്ങനെ വീഴണമെങ്കിൽ അത് പാകിസ്ഥാനെ കൊണ്ടേ പറ്റൂ. അതും മിന്നോസായിട്ടുള്ളൊരു ടീമിനെതിരെയാണ് ഇങ്ങനെ വീണ് പോയത്. അപ്പോൾ ലോഗൻ വാൻ ബീക്ക് ഷതബ് ഖാനെ പറഞ്ഞു വിടുന്നു. പിന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വിജയത്തിലേക്ക് ടീമിനെ കൊണ്ടുപോകും എന്നൊക്കെ നമ്മൾ തോന്നിച്ച ഘട്ടത്തിലാണ് ഫഹീം അഷ്റഫിൻ്റെ ആ ഒരു പ്രകടനം വരുന്നത്. സിക്സറിന് പറത്തുന്നു അദ്ദേഹത്തിൻ്റെ 19ാമത്തെ ഓവറിലെ പന്ത്.
പിന്നാലെ അദ്ദേഹം പേസ് വാരി ചെയ്യുന്നുണ്ട്. പേസ് വാരി ചെയ്തപ്പോൾ ഫഹീം അഷ്റഫ് ഒരു കണ്ണ് പൂട്ടി അങ്ങ് അടിക്കുകയാണ്. സ്ട്രൈറ്റായിട്ട് അത് പന്ത് ഉയർന്നു ലോങ് ഓണിൽ മാക്സോ ഡൗഡിൻ്റെ കൈകളിലേക്ക്. 2 കൈയും നീട്ടി അദ്ദേഹം ക്യാച്ച് എടുത്തു എന്ന് കരുതി. പക്ഷേ കയ്യിൽ നിന്ന് ബോൾ പുറത്തേക്ക് പോന്നു. അദ്ദേഹം ഒരു സെക്കൻഡ് അറ്റംപ്റ്റ് ഒക്കെ നടത്തുന്നുണ്ട്. പക്ഷേ പന്ത് കിട്ടുന്നില്ല. ആ ഡ്രോപ്പ് ചെയ്തതുണ്ടല്ലോ, ആ ഡ്രോപ്പ് ചെയ്തതാണ് നെതർലൻഡ്സിൻ്റെ വിജയം. അവിടെ വീണു നെതർലൻഡ്സിൻ്റെ വിജയം. അവിടെ അവർ കൈവിട്ട് കളഞ്ഞു. പാകിസ്ഥാൻ അത് വാരിയെടുക്കുകയും ചെയ്തു. പിന്നാലെ 2 സിക്സറുകൾ കൂടി അദ്ദേഹം അടിക്കുന്നു, ഒരു ബൗണ്ടറി കൂടി അടിക്കുന്നു. അങ്ങനെ ആ ഓവറിൽ തന്നെ കളി തൻ്റെ ടീമിന് അനുകൂലമാക്കുന്നു ഫഹീം അഷ്റഫ്. അപ്പോൾ നെതർലൻഡ്സിൻ്റെ കാര്യത്തിൽ അവർ ആദ്യം ബാറ്റ് ചെയ്യാൻ വേണ്ടി അവർ നിയോഗിക്കുമ്പോൾ അവർ വളരെ ബ്രൈറ്റ്ലി തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ലെവിറ്റും ഓഡൗഡും ചേർന്നുകൊണ്ട് 28 റൺസിൻ്റെ ഒരു ഓപ്പണിംഗ് കൂട്ടുകെട്ട് ഉണ്ടാക്കി. ശരിയാണ്, ഓഡൗഡ് വളരെ കുറഞ്ഞ പന്തുകൾ മാത്രമേ ഫേസ് ചെയ്തുള്ളൂ. 7 പന്തിൽ നിന്ന് 5 റൺസാണ് അദ്ദേഹം എടുത്തത്. പക്ഷേ ലെവിറ്റ് നന്നായിട്ട് അടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോയി. പാകിസ്ഥാൻ്റെ പേര് കേട്ട ആ പേസർമാരെയൊക്കെ അനായാസം അദ്ദേഹം കളിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഏതായാലും ഒടുവിൽ ആ ക്യാച്ച് നമ്മൾ കൈയടിക്കണം. പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ളൊരു ക്യാച്ചൊന്നും നമ്മൾ കാണാറില്ല. ബാബർ അസമും ഷെയ്ൻ ഷാഫ്രീദിയും ചേർന്നെടുത്ത ഒരു കിടിലൻ ക്യാച്ച്. ഏതായാലും അവരെ സംബന്ധിച്ചിടത്തോളം 10 ഓവറുകൾ കഴിയുമ്പോൾ നെതർലൻഡ്സ് 79 റൺസ് അടിച്ചിരുന്നു. അതവർക്ക് മികച്ച സ്കോർ തന്നെയാണ് അവരുടെ എബിലിറ്റി വെച്ച് നോക്കുമ്പോൾ. മൈക്കൽ ലെവിറ്റ്, ബാസ് ഡെലീഡ്, കോളിൻ അക്രമൻ, സ്കോട്ട് എഡ്വേർഡ്സ് ഇവരെല്ലാവരും മോശമല്ലാത്ത രൂപത്തിലുള്ള സ്കോറുകൾ അടിച്ചിരുന്നു. പക്ഷേ അവസാനത്തെ 4 ഓവറുകൾ അവർക്ക് ഈ കളി തന്നെ നഷ്ടപ്പെടുത്തി എന്ന് പറയേണ്ടി വരും. 6 വിക്കറ്റുകൾ വെറും 20 റൺസിന് അവർക്ക് നഷ്ടമായി. 20 റൺസെങ്കിലും അവർ ഷോർട്ടായിട്ടാണ് അവരുടെ ഇന്നിങ്സ് അവസാനിപ്പിച്ചത്. നെതർലൻഡ്സിൻ്റെ ഒരു സ്വഭാവം ഇങ്ങനെ തന്നെയാണ്. അവരുടെ ബാറ്റിംഗ് ടോപ്പ് ഓർഡർ ഹെവിയാണ്. ഒരു 5 പേര് ടോപ്പ് ഓർഡറിൽ 5 പേര് നല്ല രൂപത്തിൽ കളിക്കാൻ കഴിവുള്ളവരാണ്. പിന്നീട് അത് കടന്ന് പോയി കഴിഞ്ഞാൽ ഇന്നിങ്സ് കൊളാപ്സ് ആകുമോ എന്ന ഭയമുണ്ട്. അത് കൃത്യമായിട്ട് സംഭവിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ഏതായാലും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇത് അത്ര വലിയ ഒരു ചേസ് ചെയ്യാനുള്ളൊരു വലിയ സ്കോറൊന്നും ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ അത് ആഞ്ഞടിക്കാനുള്ളൊരു ശ്രമത്തിലേക്കാണ് തുടക്കത്തിൽ പോയത്. സൈം അയ്യൂബ് ആ രൂപത്തിലാണ് കളിച്ചത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കമിയോ കഴിഞ്ഞതിന് ശേഷം ഷിഹാബ്സാദ ഫർഹാൻ അതേ ഫുഡ് സ്റ്റെപ്പ് എന്ന് പിന്തുടർന്ന് മുന്നോട്ട് പോയി. നെതർലൻഡ്സ് കളി കൈവിടുന്നു എന്ന് തോന്നിക്കുന്ന ഘട്ടവും ഉണ്ടാകുന്നു. ആ തോന്നിക്കുന്ന ഘട്ടത്തിൽ നിന്നാണ് പിന്നീട് ഈ പറഞ്ഞ മാറ്റങ്ങളിലേക്ക് കളി പോകുന്നത്. നമ്മൾ പറഞ്ഞല്ലോ, സൈം അയ്യൂബി 13 പന്തിൽ നിന്ന് 24, ഫർഹാൻ 31 പന്തിൽ നിന്ന് 47. അങ്ങനെ 2 പേരും പോയതിന് ശേഷം നോക്കുക, 98-ന് 2 എന്ന രൂപത്തിലേക്ക് വരെ ടീം എത്തിക്കഴിഞ്ഞതാണ്. അതിനിടയ്ക്ക് സൽമാൻ അലി ആഗ വന്ന് പോയി കഴിഞ്ഞിരുന്നു. 8 പന്തിൽ നിന്ന് 12 റൺസാണ് അദ്ദേഹത്തിൻ്റെ സഹായം, അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം. അതിനുശേഷം പിന്നീട് ഈ പറഞ്ഞ പോലെ മീക്കറിൻ്റെ വിക്കറ്റ് എടുക്കൽ, അതിൽ ശരിക്കും പാകിസ്ഥാൻ വലഞ്ഞുപോയി. ഉസ്മാൻ ഖാൻ ഡക്കായിട്ട് പോകുന്നു. അതുപോലെ തന്നെ അവരുടെ ഫർഹാൻ 47 റൺസിന് മടങ്ങുന്നു. അവിടെ അവരുടെ കളി കൈവിട്ടു പോകുന്ന കാഴ്ചയായിരുന്നു. പിന്നാലെ നോക്കുക, ബാബർ അസം 15 റൺസ് മാത്രമാണ് എടുക്കുന്നത്. ഷാദബ് ഖാൻ 8 റൺസിന് പോകുന്നു. നവാസ് 6 റൺസിന് പോകുന്നു. കളി കഴിഞ്ഞു എന്ന് തോന്നി. ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻ പുറത്തേക്കുള്ള വഴിയിൽ അങ്ങനെ ഉള്ളൊരു ആവേശത്തിലേക്ക് നമ്മൾ എത്തിയെങ്കിലും പിന്നീട് സംഭവിച്ചത് ഫഹീം അഷ്റഫിൻ്റെ ആ ഒരു അവസാനത്തെ ഫിനിഷിങ്ങിനുള്ള ശ്രമമാണ്. ഞാൻ പറഞ്ഞല്ലോ, 19ാമത്തെ ഓവറിലാണ് ഈ ടേൺ മൊത്തം ഉണ്ടാകുന്നത്. വാൻ ബീക്കിൻ്റെ ആദ്യ പന്ത് സിക്സറിന് പറത്തുന്നു. 2ാം പന്തിൽ ഓഡൗഡ് ആ ക്യാച്ച് ഡ്രോപ്പ് ചെയ്യുന്നു. 3ാം പന്ത് വീണ്ടും സിക്സർ, അടുത്ത പന്ത് ഡോട്ട് ബോൾ, അടുത്ത പന്ത് വീണ്ടും സിക്സർ, അവസാന പന്തിൽ 4 റൺസും കുറിക്കുന്നു. സോ ആ 19ാമത്തെ ഓവറിൽ 24 റൺസ് അടിച്ചു വിത്ത് എ ഡ്രോപ്പ് ക്യാച്ച്. അതുകൂടി എടുത്ത് പറയണം, വിത്ത് എ ഡ്രോപ്പ് ക്യാച്ച്. ആ 19ാമത്തെ ഓവറിൽ 24 റൺസ് അടിച്ചെടുത്ത് പാകിസ്ഥാൻ്റെ വിജയം അവർക്ക് അനുകൂലമായി വന്നു. സോ ഈ കളി നമ്മളെടുത്ത് പറയുമ്പോൾ വീണ്ടും നമുക്ക് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, പാകിസ്ഥാൻ്റെ ടീം ഇതാണ്. അവരെത്ര വലിയ പ്രിപ്പറേഷൻസ് നടത്തിയിട്ട് വന്ന ടീമാണെങ്കിലും നമുക്ക് 10-34 T20 മത്സരങ്ങൾ കഴിഞ്ഞ വേൾഡ് കപ്പ് മുതൽ ഈ വേൾഡ് കപ്പ് വരെയുള്ള സമയത്ത് അവർ കളിച്ചിട്ടുണ്ട്. എങ്ങനെയൊക്കെ വന്നാലും ഒരല്പം സമ്മർദ്ദത്തിൻ്റെ ചൂട് ഒന്ന് പതിയെ തട്ടിയാൽ മതി, ചീട്ട് കൊട്ടാരം പോലെ തകരും. അത് എത്ര കളികളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് വീണ്ടും ഇതാ ഇവിടെ കാണുന്നു. എന്നാലും ഒരു വിധം അവർ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. തോറ്റിരുന്നെങ്കിൽ അവർ പുറത്തേക്കാകുമായിരുന്നു. പക്ഷെ അവർ രക്ഷപ്പെട്ടു പോയി. ഇന്ത്യക്കെതിരെ കളിക്കാൻ അവരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ അവരുടെ അടുത്ത കളി ഇനിയിപ്പോൾ USA-ക്കെതിരെ ഫെബ്രുവരി 10-ന്, അതും വിജയിക്കൽ അവർക്ക് ആവശ്യമാണ്. അതിനുശേഷം ഇന്ത്യക്കെതിരെ ഫെബ്രുവരി 15-ന് ആ കളി അവർ ബോയ്ക്കോട്ട് ചെയ്യുകയാണെങ്കിൽ ഫെബ്രുവരി 18-ന് നമീബിയക്കെതിരെയുള്ള കളിയും അവർക്ക് വിജയിച്ചേ പറ്റൂ എന്ന അവസ്ഥയിലാവും. അതിനിടയ്ക്ക് ഏതെങ്കിലും കളി മഴ പെയ്തു പോയാലും അവരുടെ പ്രതീക്ഷകൾ അവതാളത്തിലാകും. ഏതായാലും പാകിസ്ഥാൻ ആശ്വസിക്കാൻ ഈ വിജയം കൊണ്ടൊന്നും വകയില്ല എന്നതാണ് യാഥാർത്ഥ്യം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ്